എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. വിക്രമാദിത്യ കഥകളുടെ ഈ രണ്ടാം ഭാഗത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. മുമ്പ് പോസ്റ്റ് ചെയ്ത ഭോജരാജാവും മാന്ത്രിക സിംഹാസനവും എന്ന ആദ്യ ഭാഗത്ത് ഭോജരാജാവിന് കാട്ടിൽ നിന്നും കിട്ടിയ മാന്ത്രിക സിംഹാസനം തൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച് അതിൽ ഇരിക്കാൻ ഒരുങ്ങവേ ഒരു സാലഭഞ്ജിക പൊട്ടിച്ചിരിക്കുന്നതും അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് അവൾ മറുപടി പറയാൻ തുനിയുന്നതും വരെയുള്ള കഥാകാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. ആ ഭാഗം കാണാത്തവർ ഇതിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ അമർത്തി അത് കാണുക. ഇനി തുടർന്ന് കേൾക്കുക. പ്രതിമയുടെ പൊട്ടിച്ചിരി കേട്ട് സദസ്സിൽ എല്ലാവരും സ്തബ്ധരായി നിൽക്കെ മഞ്ജരി എന്നു പേരുള്ള ആ സാലഭഞ്ജിക പറഞ്ഞു തുടങ്ങി, അല്ലയോ രാജാവേ, അങ്ങ് മഹാൻ തന്നെ, അതുപോലെ പ്രജാവത്സലനുമാണ്. അങ്ങ് ഇപ്പോൾ ചെയ്യാൻ പോകുന്ന സാഹസത്തെക്കുറിച്ച് വേണ്ടത്ര അറിഞ്ഞിട്ടുണ്ടോ എന്നു സംശയമാണ്. അപ്പോൾ ഭോജരാജാവ് ചോദിച്ചു, ആദ്യം മഹതി ആരാണെന്ന് പറയൂ. പ്രതിമ പറഞ്ഞു തുടങ്ങി, മഞ്ജരി എന്നാണ് എൻ്റെ പേര്. ഞാനും ഈ പടികളിലെ മറ്റു പ്രതിമകളും സിംഹാസനത്തിൻ്റെ കാവൽക്കാരാണ്. താങ്കൾക്ക് ഈ സിംഹാസനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് അറിയില്ലെന്നു തോന്നുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരാം. രാജാധിരാജൻ പാണ്ഡിത്യ തിലകം ശ്രീ വിക്രമാദിത്യ ചക്രവർത്തി വാണരുളിയ സിംഹാസനത്തിലാണ് അങ്ങ് ആരോഹണം ചെയ്യാൻ വെമ്പൽ കൊള്ളുന്നത്. ഭോജരാജാവ് ചോദിച്ചു, ആരാണ് വിക്രമാദിത്യൻ? അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്. പ്രതിമ പറഞ്ഞു തുടങ്ങി, പാടലീപുത്രം നഗരത്തിൽ പണ്ട് വിദ്യാസാഗരൻ എന്നു പേരുള്ള ഒരു ബ്രഹ്മചാരി വസിച്ചിരുന്നു. ആ ദേശത്തിലുള്ള എല്ലാ ഗുരുവര്യന്മാരിൽ നിന്നും വിദ്യ നേടിയ ശേഷം അതൊന്നും തൃപ്തി വരാതെ ഇനിയും പഠിക്കണം എന്നുള്ള അടങ്ങാത്ത ആഗ്രഹത്തോടെ മറ്റു ഗുരുക്കളെ തേടി നാടുകളും ദേശങ്ങളും താണ്ടി നടന്ന് അവസാനം മാഗന്ധഗിരിയുടെ താഴ്വരയിൽ എത്തിച്ചേർന്നു. യാത്ര കൊണ്ട് അദ്ദേഹം ക്ഷീണിതനായിരുന്നു. മാനുകളും മയിലുകളും തുള്ളിച്ചാടി നടക്കുന്ന ആ പ്രദേശം അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടു. അടുത്തൊരു താമരപ്പൊയ്കയുണ്ടായിരുന്നു. താമരപ്പൂക്കൾ വിടർന്നു നിൽക്കുന്ന മനോഹരമായ കാഴ്ച. അദ്ദേഹം കുറെ നേരം നോക്കി നിന്നു. ആ പൊയ്കയ്ക്ക് ചുറ്റും സമൃദ്ധമായി കായ്ച്ചു നിൽക്കുന്ന മാവുകൾ ഉണ്ടായിരുന്നു. അതിൽ നിറയെ മാമ്പഴവും. പൊയ്കയിൽ ഇറങ്ങി കുളിച്ചതിനു ശേഷം അദ്ദേഹം മാമ്പഴം ഭക്ഷിച്ചു വിശപ്പടക്കി. കുറച്ചകലെ ഒരു കൂറ്റൻ അരയാൽ മരം കാണുകയും അതിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കാൻ അദ്ദേഹം അങ്ങോട്ട് നടക്കുകയും ചെയ്തു. ആ അരയാൽ മരത്തിൽ ഒരു ബ്രഹ്മരാക്ഷസൻ താമസിച്ചിരുന്നു. വേദശാസ്ത്രജ്ഞ ഗ്രന്ഥങ്ങൾ എല്ലാം മനഃപ്പാഠമാക്കിയ ഒരു ക്ഷിവര്യൻ കൂടി ആയിരുന്നു ആ ബ്രഹ്മരാക്ഷസൻ. താൻ വശമാക്കിയ അറിവുകളെല്ലാം മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കാനായി അദ്ദേഹം കാത്തിരിക്കുകയായിരുന്നു. ആൽമരത്തിന് കീഴെ കിടന്നുറങ്ങുന്ന യുവാവിനെ കണ്ടപ്പോൾ ബ്രഹ്മരാക്ഷസൻ താഴേക്ക് ഇറങ്ങി വന്നു. വിദ്യാസാഗരന്റെ മുഖത്തേജസ്സും കുലീനത്വവും ബ്രഹ്മരാക്ഷസന് വളരെ ഇഷ്ടമായി. വിദ്യാസാഗരനെ ഉണർത്താതെ അദ്ദേഹം കാത്തിരുന്നു. കുറച്ചു നേരത്തിനു ശേഷം വിദ്യാസാഗരൻ പെട്ടെന്ന് ഉണർന്നു. ജടാധാരിയായ ഒരു വലിയ മനുഷ്യൻ തന്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. ആദ്യം ഒന്ന് അമ്പരന്നു. പിന്നെ കൈകൾ കൂപ്പി അദ്ദേഹം പറഞ്ഞു, അങ്ങ് ആരാണെന്ന് എനിക്കറിയില്ല. ഞാൻ പാടലീപുത്രത്തിൽ നിന്നു വരുന്ന ഒരു ബ്രഹ്മചാരിയാണ്. ഗുരുവിനെ തേടിയുള്ള യാത്രയായിരുന്നു. അങ്ങയെ കാണുമ്പോൾ അങ്ങ് തന്നെ ആയിരിക്കുമോ എൻ്റെ ഗുരു എന്ന് തോന്നിപ്പോകുന്നു. എൻ്റെ ജീവിതലക്ഷ്യം സാക്ഷാത്കരിക്കാൻ പോകുന്നു എന്ന് തോന്നുന്നു. അങ്ങ് ഈയുള്ളവനെ ശിഷ്യനായി സ്വീകരിച്ചാലോ? പക്ഷേ ബ്രഹ്മരാക്ഷസൻ പറഞ്ഞു, ഞാൻ ശിഷ്യനായി സ്വീകരിക്കണമെങ്കിൽ ചില നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട്. 6 മാസമെങ്കിലും തുടർച്ചയായി വിദ്യ അഭ്യസിക്കാനുള്ള മനസ്സ് വേണം. അതീവ ശ്രദ്ധ വേണം. അധ്യയനം അല്ലാതെ മറ്റൊരു ചിന്ത കടന്നു വരാൻ പാടില്ല. 6 മാസത്തേക്ക് ഭക്ഷണവും നിദ്രയും ഒഴിവാക്കണം. വിദ്യ ആർജിച്ചെടുക്കാനുള്ള ത്വര കാരണം വിദ്യാസാഗരൻ എല്ലാം സമ്മതിച്ചു. അങ്ങനെ ആൽമരത്തിന്റെ ഇരുശാഖകളിൽ ഇരുന്നുകൊണ്ട് അവർ വിദ്യ കൈമാറൽ എന്ന പ്രക്രിയ ആരംഭിച്ചു. വിശപ്പും ദാഹവും ഇല്ലാതാക്കാൻ ഗുരു ആദ്യം തന്നെ ശിഷ്യൻ ഒരു മന്ത്രം നൽകി. അത് ചൊല്ലിക്കഴിഞ്ഞതോടെ വിദ്യാസാഗരൻ വിശപ്പ്, ദാഹം, ഉറക്കം എന്നിവ ഇല്ലാതായി. പിന്നെ അറിവിന്റെ ഒഴുക്കായിരുന്നു. ഋഷി പറഞ്ഞതെല്ലാം ആലിലയിൽ കുറിച്ചുവെച്ചു. ആലിലക്കെട്ടുകളുടെ എണ്ണം വർദ്ധിച്ചു. മാസങ്ങൾ കടന്നുപോയി. വേനൽ മാറി മഴക്കാലം വന്നതോ മഴ മാറി വെയിൽ വന്നതോ ഇരുവരും അറിഞ്ഞില്ല. തനിക്ക് അറിയുന്നതെല്ലാം ആ രാക്ഷസി വിദ്യാസാഗരനെ പഠിപ്പിച്ചു. തന്റെ ജന്മ ഉദ്ദേശം സഫലമായി എന്ന് ഋഷി പറഞ്ഞു. എന്റെ മോക്ഷപ്രാപ്തിക്കുള്ള വഴിയായിരിക്കുന്നു. ഇനി ഞാൻ മടങ്ങുകയാണ്. വിദ്യാസാഗരന് ഗുരുവിനെ പിരിയുന്നതിൽ വളരെ വിഷമമുണ്ടായിരുന്നു. പാടലിപുത്രത്തിലേക്ക് മടങ്ങിപ്പോയി വിവാഹം കഴിച്ചു ധർമാചരണം അനുഷ്ഠിക്കാനും അറിവുകൾ ലോക നന്മയ്ക്കായി ഉപയോഗിക്കാനും ഉപദേശിച്ചു. നീ 4 സൽപുത്രന്മാരാൽ അനുഗ്രഹീതനാകുമെന്നും നിന്റെ പരമ്പര മാനവ ചരിത്രത്തിൽ വെണ്മയോടെ വിരാജിക്കുമെന്നും അദ്ദേഹം വിദ്യാസാഗരനോട് അരുളി ചെയ്തു. ഗുരു ശിഷ്യനെ അനുഗ്രഹിച്ചു. ശിഷ്യൻ ശിരസ് നമിച്ചു പ്രണമിച്ചു. അധികം താമസിയാതെ ആ ഗുരുനാഥൻ പരലോകപ്രാപ്തനായി.
ഗുരു പകർന്നു നൽകിയ അറിവ് പകർത്തിവെച്ച ആലിലക്കെട്ടുകൾ ഭദ്രമായി ഭാണ്ഡത്തിൽ സൂക്ഷിച്ചുകൊണ്ട് വിദ്യാസാഗരൻ മടക്കയാത്ര ആരംഭിച്ചു. കലിംഗദേശം കടന്നു യാത്ര തുടരവേ അതുവരെ അദ്ദേഹത്തിന് നഷ്ടമായിട്ടുള്ള വിശപ്പും ദാഹവും തിരികെ വന്നു. ഗുരുവിന്റെ മന്ത്രശക്തിയാൽ അവ ഇല്ലാതായതായിരുന്നു. ഇപ്പോൾ അത് തിരികെ വന്നിരിക്കുന്നു. അദ്ദേഹം തളർന്നു. അദ്ദേഹത്തിന് ആദ്യമായി വേണ്ടത് ഉറക്കമായിരുന്നു. സമീപത്തു കണ്ട ഒരു ഗൃഹത്തിലേക്ക് കയറി ചെന്നു. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഒരു വേപ്പ് മരം ആ വീടിന്റെ ഉമ്മറത്ത് നിഴൽ വിരിച്ചിരുന്നു. ഉത്തരീയം എടുത്ത് വിരിച്ചുകൊണ്ട് വിദ്യാസാഗരൻ അവിടെ കിടന്നു. അദ്ദേഹം ഗാഢനിദ്രയിൽ അകപ്പെട്ടു. ഒരു ദാസിയുടെ ഗൃഹമായിരുന്നു അത്. അവൾ ക്ഷേത്രദർശനത്തിന് പോയിരിക്കുകയായിരുന്നു. മടങ്ങി വന്നപ്പോൾ ഉമ്മറത്ത് കിടക്കുന്ന മനുഷ്യനെ കണ്ടു വിളിച്ചു നോക്കി. പക്ഷേ ഉണരുന്നില്ല. അവൾക്ക് പരിഭ്രമം ആയി. അയൽവാസികളെ വിളിച്ചു കൂട്ടിക്കൊണ്ട് എല്ലാവരും ചേർന്ന് കുലുക്കി വിളിച്ചു. പക്ഷേ ആ യുവാവ് ഉറക്കം ഉണർന്നില്ല. ആരോ ഒരാൾ വൈദ്യനെ കൂട്ടിവരുകയും വൈദ്യൻ നോക്കിയതിനു ശേഷം ശരീരത്തിൽ ജലാംശം വളരെ കുറഞ്ഞിരിക്കുന്നു എന്നും ആഹാരവും വെള്ളവും ലഭിക്കാത്തതുകൊണ്ട് അതീവ ക്ഷീണിതനാണെന്നും അതുകൊണ്ട് ഉറക്കമുണരുന്നത് വരെ ഉണർത്തരുതെന്നും പരിചരിക്കണം എന്നും പറഞ്ഞുകൊണ്ട് വൈദ്യൻ തിരിച്ചുപോയി. വൈദ്യൻ പറഞ്ഞതുപോലെ മന്ദാകിനി വിദ്യാസാഗരനെ ശുശ്രൂഷിച്ചുകൊണ്ടേയിരുന്നു. 2 നാൾക്കു ശേഷം വിദ്യാസാഗരൻ ഉണർന്നു തന്റെ അടുത്തിരുന്നു ശുശ്രൂഷിക്കുന്ന മന്ദാകിനിയോട് വിവരമെല്ലാം ചോദിച്ചറിഞ്ഞു. വിദ്യാസാഗരൻ തന്നെ പറ്റി എല്ലാം പറഞ്ഞു. 6 മാസത്തേക്ക് ഊണും ഉറക്കവുമില്ലാതെ ഉള്ള വിദ്യാഭ്യാസം കാരണം ഉള്ള ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയതാണ്. വിദ്യാസാഗരൻ മന്ദാകിനിയോട് പറഞ്ഞു. ഈ അവസ്ഥയിൽ ഉടനെ യാത്ര പോകരുതെന്നും ഇവിടെ കഴിഞ്ഞ് ആരോഗ്യം വീണ്ടെടുത്തതിനു ശേഷം യാത്ര ചെയ്യാൻ മന്ദാകിനി ഉപദേശിച്ചു. അദ്ദേഹം അത് സമ്മതിക്കുകയും കുറച്ചുനാൾ മന്ദാകിനിയുടെ പരിചരണത്തിൽ ആ ഗ്രഹത്തിൽ താമസിക്കുകയും ചെയ്തു. നാളുകൾ കടന്നുപോയി. വിദ്യാസാഗരൻ ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാനായി. ഒരു ദിവസം അയാൾ മന്ദാകിനിയോട് പറഞ്ഞു, എനിക്ക് പോകാൻ സമയമായിരിക്കുന്നു. അദ്ദേഹം അവളോട് എല്ലാത്തിനും നന്ദി പറഞ്ഞു യാത്ര പറയാൻ തുടങ്ങവേ അവൾ സങ്കടത്തോടെ പറഞ്ഞു, അങ്ങ് എന്നെ അതീവ ദുഃഖത്തിൽ ആഴ്ത്തിക്കൊണ്ടാണ് പോകാൻ ശ്രമിക്കുന്നത്. ഈ കഴിഞ്ഞ നാളുകൾ എനിക്ക് വളരെ പ്രിയപ്പെട്ടവയായിരുന്നു. അങ്ങയുടെ സാമീപ്യം എന്നെ അതീവ സന്തോഷവതി ആക്കിയിരുന്നു. അതെല്ലാം തച്ചുടച്ചുകൊണ്ട് അങ്ങ് പോകാൻ ശ്രമിക്കുന്നു. അങ്ങ് ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയുകയില്ല. ഈ ജീവിതം അങ്ങയോടൊത്ത് ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അങ്ങ് എന്നെ വിവാഹം കഴിക്കണം. വിദ്യാസാഗരൻ ആശയക്കുഴപ്പത്തിലായി. താനിപ്പോൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നും പോയിട്ട് മറ്റ് പല കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും അതുകൊണ്ട് മന്ദാകിനി മറ്റാരെയെങ്കിലും വിവാഹം കഴിക്കണം എന്ന് വിദ്യാസാഗരൻ മന്ദാകിനിയോട് ആവശ്യപ്പെട്ടു. അവൾ പൊട്ടിക്കരയാൻ ആരംഭിച്ചു. അയൽവാസികളും ബന്ധുക്കളും ഇടപെട്ടു. അവർ പറഞ്ഞു, കലിംഗ രാജാവ് നീതിപതിയാണ്, അദ്ദേഹത്തിന്റെ മുമ്പിൽ പരാതി സമർപ്പിക്കണം. അങ്ങനെ ഇരുവരും രാജാവിന്റെ സന്നിധിയിൽ എത്തുകയും മന്ദാകിനി സങ്കടം ഉണർത്തിക്കുകയും ചെയ്തു. മന്ദാകിനിയുടെ ആവശ്യം ന്യായമാണെന്ന് രാജാവിന് തോന്നി. ജീവച്ഛവമായി കിടന്ന ഒരാളെ പൂർണ്ണ ആരോഗ്യവാൻ ആക്കി മാറ്റുന്നതിൽ അവൾ വഹിച്ച പങ്ക് വലുതാണ്. അതുകൊണ്ട് വിദ്യാസാഗരൻ അവളെ വിവാഹം കഴിക്കുന്നതാണ് ന്യായം എന്ന് രാജാവ് പറഞ്ഞു. വിദ്യാസാഗരൻ തന്റെ വാദം നിരത്തിക്കൊണ്ട് പറഞ്ഞു, മന്ദാകിനി ദാസിക്കുലത്തിൽ പിറന്നവളാണ്, ഞാൻ ബ്രാഹ്മണൻ. ആപഘട്ടത്തിൽ അങ്ങയോടൊപ്പം കഴിഞ്ഞ് അങ്ങയെ ശുശ്രൂഷിച്ച് ആരോഗ്യം വീണ്ടെടുത്ത മന്ദാകിനിക്ക് അങ്ങയുടെ കൂടെ ജീവിക്കാൻ അധികാരമുണ്ട്. രാജാവ് വീണ്ടും പറഞ്ഞു. ശരിയാണ് മഹാരാജാവേ, മന്ദാകിനിയെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. മന്ദാകിനിയെ ഞാൻ ഇഷ്ടപ്പെടുന്നു. പക്ഷേ ധർമ്മനീതി അനുസരിച്ച് ദാസിയെ വിവാഹം ചെയ്യുന്നതിന് മുൻപ് മറ്റു 3 കുലങ്ങളിൽ നിന്നും ബ്രാഹ്മണൻ വിവാഹം കഴിക്കണം എന്നുണ്ട്. മന്ദാകിനിയെ വിവാഹം കഴിക്കുന്നതിനായി മറ്റു 3 കുലങ്ങളിലുള്ള കന്യകമാരെ എവിടെ നിന്ന് ലഭിക്കാനാണ്? വിദ്യാസാഗരൻ ചോദിച്ച ഈ വാദം രാജാവ് സ്വീകരിച്ചു. തികഞ്ഞ പണ്ഡിതനായ താങ്കൾക്ക് എൻ്റെ മകൾ കനകാകിയെ വിവാഹം കഴിച്ചു തരുന്നതിന് എനിക്ക് സന്തോഷമേയുള്ളൂ, രാജാവ് പറഞ്ഞു. ക്ഷത്രിയനായ മന്ത്രി വേദാചാര്യനും തന്റെ മകൾ മാലതിയെ വിദ്യാസാഗരൻ വിവാഹം കഴിച്ചു നൽകാൻ തയ്യാറാണെന്ന് അറിയിച്ചു. ആ സദസ്സിൽ തന്നെയുണ്ടായിരുന്ന കുലപതി എന്ന വൈശ്യപ്രമുഖനും തന്റെ മകൾ സുമംഗളെ വിദ്യാസാഗരന് നൽകാൻ തയ്യാറായി മുന്നോട്ടു വന്നു. അങ്ങനെ തടസ്സങ്ങളെല്ലാം നീങ്ങിക്കൊണ്ട് വിദ്യാസാഗരൻ കനകാംഗി, മാലതി, സുമംഗള, മന്ദാകിനി എന്നിങ്ങനെ 4 കന്യകമാരെ വിവാഹം ചെയ്തു. രാജാവും മറ്റു പിതാക്കന്മാരും നൽകിയ പൊന്നും പണവും ഉപയോഗിച്ചുകൊണ്ട് അവർ സസുഖം ജീവിക്കവേ അവർക്ക് 4 പുത്രന്മാർ ജനിച്ചു. രാജാവിന്റെ മകളായ കനകാംഗിക്ക് വരരുചിയും മാലതിക്ക് വിക്രമാദിത്യനും സുമംഗലയ്ക്ക് ഭട്ടിയും മന്ദാകിനിക്ക് ഭർതൃഹരിയും മക്കളായി ജനിച്ചു. 4 മക്കളും അതിസമർത്ഥരായി വളർന്നുവന്നു. നല്ല വിദ്യാഭ്യാസവും അവർക്ക് ലഭിച്ചിരുന്നു. വാർദ്ധക്യമായപ്പോൾ കലിംഗ രാജാവ് തന്റെ രാജ്യത്തിന്റെ ഭരണം വിദ്യാസാഗരനെ ഏൽപ്പിച്ചു. അധികം താമസിയാതെ രാജാവ് പരലോകം പ്രാപിച്ചു. സർവധർമ്മശാസ്ത്ര പാരംഗതൻ ആയ വിദ്യാസാഗരൻ
ധർമാനുസരണം രാജ്യം ഭരിച്ചു. വർഷങ്ങൾ കടന്നുപോയി. അദ്ദേഹത്തിന്റെ വൃദ്ധാവസ്ഥയിൽ ഒരിക്കൽ പ്രിയപത്നിമാരെയും പുത്രന്മാരെയും അരികിൽ വിളിച്ചുകൊണ്ട് പറഞ്ഞു, തനിക്കു ലഭിച്ച എല്ലാ ഉയർച്ചയുടെയും കാരണം മന്ദാകിനി ആണെന്നും അടുത്ത കിരീടാവകാശിയായി മന്ദാകിനിയുടെ പുത്രനായ ഭർതൃഹരിയെ ആണ് താൻ കാണുന്നതെന്നും പറഞ്ഞപ്പോൾ മറ്റെല്ലാവരും അത് സ്വീകരിച്ചു. മൂത്ത പുത്രനായ വരരുചിക്ക് തന്റെ പിതാവിനെ പോലെ ജ്ഞാന സമ്പാദനത്തിനായിരുന്നു താൽപ്പര്യം. അങ്ങനെ അദ്ദേഹം ദേശാടനത്തിനായി ഇറങ്ങിത്തിരിച്ചു. വിദ്യാസാഗരൻ ഇഹലോകവാസം വെടിഞ്ഞതിനു ശേഷം ഭർതൃഹരി രാജാവ് ആകുകയും വിക്രമാദിത്യനും ഭട്ടിയും അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്തു. നീതിന്യായമനുസരിച്ചും ജനഹിതമറിഞ്ഞും ആണ് ഭർതൃഹരി രാജഭരണം നടത്തിയത്. കലിംഗദേശത്തു സമാധാനവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞു. ഒരുനാൾ കലിംഗദേശത്ത് ഒരു മഹാപണ്ഡിതൻ വന്നു ചേർന്നു. രാജസദസ്സിലെത്തിയ അദ്ദേഹത്തെ സ്വീകരിച്ചു ആനയിച്ചു പാദപൂജയും ശുശ്രൂഷയും ചെയ്തു. ആ പണ്ഡിതൻ സംതൃപ്തനായി. അദ്ദേഹം ഭർതൃഹരിക്ക് ഒരു മാമ്പഴം സമ്മാനിച്ചുകൊണ്ട് പറഞ്ഞു, ദേവലോകത്തുനിന്ന് ലഭിച്ച അദ്ഭുത സിദ്ധിയുള്ള ഒരു മാമ്പഴമാണ് ഇത്. ഈ മാമ്പഴം കഴിക്കുന്ന ആളിന് നിത്യയുവത്വം വന്നു ചേരും. ഇത് അങ്ങേക്ക് ഇരിക്കട്ടെ. രാജാവ് ആ മാമ്പഴം കൈനീട്ടി വാങ്ങി. പക്ഷേ നിത്യയൗവനത്തിൽ ഒന്നും അദ്ദേഹത്തിന് താൽപ്പര്യം ഉണ്ടായിരുന്നില്ല. തന്റെ ഏറ്റവും പ്രിയപ്പെട്ട പത്നിക്ക് അത് അദ്ദേഹം സമ്മാനിച്ചു. തന്റെ പ്രിയ പത്നി എക്കാലവും യൗവനത്തോടെ ഇരിക്കട്ടെ, അത്രയും ഇഷ്ടമായിരുന്നു അവളോട് രാജാവെ. അന്നു വൈകുന്നേരം മട്ടുപ്പാവിൽ ഉലാത്തുമ്പോൾ പരിചാരികമാരിൽ ഒരു സ്ത്രീ ചാണകക്കുട്ടയിൽ ആ മാമ്പഴം വച്ചു പോകുന്നത് രാജാവ് കാണാനിടയായി. അദ്ദേഹം ഉടൻ തന്നെ ആ സ്ത്രീയെ കൊട്ടാരത്തിൽ വിളിപ്പിച്ചു. അദ്ദേഹം വിചാരിച്ചു അവൾ മോഷ്ടിച്ചു കൊണ്ടുപോവുകയാണ് എന്ന്. ചോദ്യം ചെയ്തപ്പോൾ ഭയന്നുവിറച്ച ആ സ്ത്രീ കുതിരക്കാരൻ തനിക്ക് സമ്മാനിച്ചതാണെന്ന് സത്യം തുറന്നു പറഞ്ഞു. കുതിരക്കാരനെ വിളിപ്പിച്ചു ചോദ്യം ചെയ്തപ്പോൾ താൻ ഇത് മോഷ്ടിച്ചതല്ലെന്നും മഹാറാണി തനിക്ക് സമ്മാനമായി തന്നതാണെന്നും ആ കുതിരക്കാരൻ സത്യം പറഞ്ഞു. ആ ഉത്തരം കേട്ട് രാജാവ് ഞെട്ടിപ്പോയി. താൻ സ്നേഹപൂർവ്വം തന്റെ പ്രിയതമയ്ക്ക് നൽകിയ മാമ്പഴം അവൾ കുതിരക്കാരന് സമ്മാനിച്ചിരിക്കുന്നു. അവൾക്ക് തന്നെക്കാൾ ഇഷ്ടം കുതിരക്കാരനോടാണോ? തന്നെക്കാൾ ഇഷ്ടം കുതിരക്കാരനോട് ആണെന്നുള്ള സത്യം മനസ്സിലായപ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളുപിടഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന് ഈ ലൗകിക ജീവിതത്തിനോട് വിരക്തി തോന്നുകയും സന്യാസം സ്വീകരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു. അധികം താമസിയാതെ തന്നെ അദ്ദേഹം അനുജൻ വിക്രമാദിത്യനെ ഭരണചുമതല ഏൽപ്പിച്ചുകൊണ്ട് കൊട്ടാരത്തിനോടും പത്നിമാരോടും യാത്ര പറഞ്ഞു. ഭൗതിക സുഖങ്ങളിൽ വിരക്തനായി സന്യാസ ജീവിതം സ്വീകരിച്ചു. കലിംഗദേശത്തിന്റെ എല്ലാ പ്രകാരത്തിലുമുള്ള പുരോഗതി ലക്ഷ്യമാക്കി രാജ്യം ഭരിക്കാൻ അനുജൻ കൽപ്പന കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം കൊട്ടാരം ഉപേക്ഷിച്ചത്. വിക്രമാദിത്യൻ ജ്യേഷ്ഠന്റെ ആജ്ഞ തലകുനിച്ച് സ്വീകരിച്ചു. തന്റെ അനുജനായ ഭട്ടിയെ മന്ത്രിയാക്കി. അദ്ദേഹം രാജ്യഭരണം തുടങ്ങി. കുറഞ്ഞ കാലം കൊണ്ട് അദ്ദേഹം ഒരു ശക്തനായ ഭരണാധികാരി ആണെന്ന് തെളിയിച്ചു. നീതിന്യായ വ്യവസ്ഥ ഊർജിതമാക്കുകയും സൈന്യത്തിലേക്ക് ഊർജ്ജസ്വലതയുള്ളവരെ ചേർത്തുകൊണ്ട് അവർക്ക് നല്ല രീതിയിലുള്ള പരിശീലനം നൽകി നല്ലൊരു സൈന്യം കെട്ടിപ്പടുക്കുകയും ചെയ്തു. ധർമ്മത്തിൽ അധിഷ്ഠിതമായ ഒരു സദ്ഭരണം അദ്ദേഹം കാഴ്ചവെച്ചു. കലിംഗദേശത്തിന്റെ പേരും പെരുമയും എല്ലാ ദിക്കുകളിലും വ്യാപിച്ചു. പുറം ദേശത്തുനിന്ന് പോലും നിരവധി സന്ദർശകർ അദ്ദേഹത്തിന്റെ ഭരണവ്യവസ്ഥ നേരിട്ടു കാണാൻ എത്തി. സ്വന്തം അനുജനായ ഭട്ടി അദ്ദേഹത്തിന് മന്ത്രി മാത്രമല്ല, ഒരു സുഹൃത്തും കൂടിയായിരുന്നു. അതിവേഗം വളർന്നുവരുന്ന കലിംഗ നഗരി പല കാര്യങ്ങളിലും പരിപൂർണമല്ലെന്ന് കണ്ടതുകൊണ്ട് വിക്രമാദിത്യൻ സ്വന്തം തലസ്ഥാനം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ ആലോചിച്ചു. ഇക്കാര്യം ഭട്ടിയോട് സംസാരിച്ച് മറ്റൊരിടം കണ്ടെത്താൻ ആവശ്യപ്പെട്ടു. നഗരിക്ക് സുരക്ഷയും ശത്രുക്കൾക്ക് പെട്ടെന്ന് കയറി വരാൻ സാധ്യമല്ലാതാക്കുന്ന നാലുവശവും പ്രകൃതിദത്തമായ തടസ്സങ്ങൾ ഉള്ള നിരപ്പായ ഒരിടം. വരണ്ട മണ്ണ് ആകരുത്. ഒരിക്കലും പറ്റാത്ത പുഴ ഒഴുകുന്ന ഇടം ആയിരിക്കണം. ഐശ്വര്യവർദ്ധനയ്ക്ക് ഒരു ക്ഷേത്രവും ഉണ്ടാകണം. ജനങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ. ഇതൊക്കെയാണ് വിക്രമാദിത്യൻ മന്ത്രിയും അനുജനുമായ ഭട്ടിയോട് പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നത്. ഈ ഗുണങ്ങളൊക്കെ തികഞ്ഞ ഒരിടം കണ്ടെത്തുക വളരെ പ്രയാസമേറിയ കാര്യമായിരുന്നു. എങ്കിലും ഭട്ടി ഈ കൃത്യം നിർവഹിക്കാനായി അന്വേഷണത്തിന് ഇറങ്ങി. മാസങ്ങളായുള്ള അന്വേഷണത്തിനൊടുവിൽ അനുയോജ്യമായ ഒരു സ്ഥലം കണ്ടെത്താൻ കഴിയാതെ വന്നതിൽ ഭട്ടിക്ക് വലിയ വിഷമം തോന്നി. എങ്കിലും അദ്ദേഹം മടക്കയാത്ര ആരംഭിച്ചു. മടക്കയാത്ര നടത്തിയത് മറ്റൊരു വഴിയിലൂടെ ആയിരുന്നു, അതും പുതിയ നാടുകളിലൂടെ. അങ്ങനെ അദ്ദേഹം വഞ്ചഗിരി പർവ്വതത്തിന്റെ താഴ്വരയിലെത്തി. നിരപ്പായ പ്രദേശമായിരുന്നു അത്. രമ്യവും ശാന്തവുമായ അന്തരീക്ഷം. നടുവിൽ ഒരു ആൽമരവും അതോട് ചേർന്ന് ഒരു ഭഗവതി ക്ഷേത്രവും കണ്ടപ്പോൾ ഭട്ടിയുടെ മനസ്സ് കുളിർത്തു. ക്ഷേത്രത്തിനപ്പുറം സുമംഗള നദി ഇരുകരയും തിങ്ങി അലസഗമനം നടത്തുന്നു. നല്ല ക്ഷീണം ഉണ്ടായിരുന്നതിനാൽ നദിയിലിറങ്ങി കൈകാലുകൾ കഴുകി 2 കവിൾ വെള്ളം കുടിച്ചു. പാറക്കെട്ടുകളിലും വൃക്ഷമൂലാദികളിലും തട്ടിവരുന്ന പുഴയിലെ ഔഷധജലം അമൃതുപോലെ തോന്നിച്ചു. ക്ഷീണം പമ്പ കടന്നു. പുഴയിൽ കുളിച്ചതിനു ശേഷം അദ്ദേഹം ആ ക്ഷേത്രത്തിലേക്ക് കയറി തൊഴുതു.
പ്രദക്ഷിണം ചെയ്തപ്പോൾ അവിടെയൊരു കരിങ്കൽ തൂണിൽ എന്തൊക്കെയോ അക്ഷരങ്ങൾ കുറിച്ചിട്ടത് പൊടിതട്ടി വായിച്ചെടുത്തു. നദിക്കരയിലെ വലിയ വൃക്ഷത്തിൽ കെട്ടിയിട്ട 7 ഉറികൾ ഉണ്ട്. ആ മരത്തിൽ കയറി നോക്കിയാൽ മധ്യത്തിൽ നാട്ടി നിർത്തിയ ശൂലം കാണാം. ഒറ്റ വെട്ടിന് ആ ഉറികൾ 7 മുറിക്കണം. എന്നിട്ട് ആയത്തിൽ നദീമധ്യത്തിലുള്ള ശൂലത്തിൽ തല കീഴായി വന്ന് പതിക്കണം. അപ്പോൾ ഭദ്രാ ഭഗവതി പ്രത്യക്ഷയാകും. സർവാഭീഷ്ടങ്ങളും സാധിക്കും. ആ സാഹസികനു അജീരേണ ചക്രവർത്തി പദവും ലഭിക്കും. ഇതായിരുന്നു തൂണിലെ ലിഖിതം. ഭട്ടി അത് 2-3 തവണ വായിച്ചു. പിന്നെ ആ നദീതീരത്തുള്ള മരത്തിന് സമീപം പോയി നോക്കി. സത്യമാണ്, വലിയ വൃക്ഷത്തിൽ 7 ഉറികൾ ചക്രം പോലെ തൂക്കിയിട്ടിരിക്കുന്നു. നദിമധ്യത്തിൽ വെള്ളത്തിന് മീതെ ശൂലമുനിയും കാണാനുണ്ട്. കുറെ നേരം നോക്കി നിന്ന ശേഷം ഭദ്രയെ തൊഴുത് അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിച്ചു. പിന്നെ ഭട്ടി മടക്കയാത്ര ആരംഭിച്ചു. മാസങ്ങൾ എടുത്ത യാത്രയ്ക്ക് ഒടുവിൽ അദ്ദേഹം കൊട്ടാരത്തിൽ തിരിച്ചെത്തി. വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചെത്തിയ ഭട്ടിയെ കണ്ടപ്പോൾ വിക്രമാദിത്യത്തിന് വല്ലാത്ത സന്തോഷമുണ്ടായി. തന്റെ യാത്രാനുഭവങ്ങൾ എല്ലാം ഭട്ടി വിശദമായി രാജാവിനെ ധരിപ്പിച്ചു. തന്റെ മനസ്സിനൊത്ത് ഒരു പ്രദേശം തലസ്ഥാനഗിരിക്കായി കണ്ടെത്തിയ വിവരം അറിഞ്ഞതോടെ രാജാവ് വിക്രമാദിത്യനു അവിടം ഉടൻ കാണണമെന്നായി. മടങ്ങി വരുന്നതുവരെ രാജ്യകാര്യങ്ങൾ മുറതെറ്റാതെ നടത്താനുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കിയ ശേഷം വിക്രമാദിത്യനും ഭട്ടിയും സ്ഥലത്തേക്ക് പുറപ്പെട്ടു. നാളുകളുടെ യാത്രയ്ക്ക് ശേഷം ഇരുവരും വനജഗിരിയുടെ താഴ്വരയിൽ എത്തിച്ചേർന്നു. ശാന്തമുഖിയായി സുമംഗള നദി ഒഴുകുന്നു. പ്രദേശം മുഴുവൻ വീക്ഷിച്ചുകൊണ്ട് വിക്രമാദിത്യൻ അല്പനേരം അവിടെ നിന്നു. ചുറ്റും തലയുയർത്തി നിൽക്കുന്ന ഗിരിനിരകൾ, നടുവിലായി നിരവധി വൃക്ഷങ്ങൾ നിറഞ്ഞ സമുദ്രത്തിന് ഒരു തപോവന പ്രകൃതമായിരുന്നു. വിക്രമാദിത്യനും ഭട്ടിയും നദിയിൽ സ്നാനം ചെയ്തു. ഭദ്രാക്ഷേത്രത്തിൽ ദർശനവും നടത്തി. ശിലാലിഖിതത്തിൽ കാണപ്പെട്ട നിർദ്ദേശമനുസരിച്ചുള്ള വൻ വൃക്ഷവും അതിൽ ഉയരത്തിൽ കെട്ടി തൂക്കിയിട്ട 7 ഉറികളും അവർ സാകൂതം നോക്കി നിന്നു. വട്ടത്തിൽ തൂങ്ങിക്കിടക്കുന്ന 7 ഉറികൾ ഒറ്റവെട്ടിന് മുറിക്കണം. പിന്നെ അതേ ക്ഷണത്തിൽ നദീ മധ്യത്തിലുള്ള ശൂലാഗ്രത്തിൽ തലകീഴായി ചെന്ന് പതിക്കുകയും വേണം. അതിപ്രഗത്ഭനായ ഒരു അഭ്യാസിക്കു മാത്രമേ അത് സാധ്യമാകൂ. ഈ ലോകത്തിൽ ഇത്ര വലിയ സാഹസ് പ്രവൃത്തി ചെയ്യാൻ വിക്രമാദിത്യൻ അല്ലാതെ വേറെ ആർക്കും കഴിയില്ല എന്ന് ഭട്ടിക്ക് ഉറപ്പായിരുന്നു. ഭട്ടി അത് പറയുകയും ചെയ്തു. അപ്പോൾ വിക്രമാദിത്യൻ ചോദിച്ചു, അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? പ്രായോഗിക ബുദ്ധി പ്രയോഗിച്ചു ഭട്ടി പറഞ്ഞു, മരത്തിൽ കയറിയ ശേഷം ഒരു ഉറിയിൽ ഇടതുകാൽ ഉറപ്പിക്കണം. എന്നിട്ട് വലതുകാൽ കൊണ്ട് മറ്റു ഉറികളെ ഒന്നൊന്നായി അടുത്തെത്തിക്കണം. അതിനുശേഷം ഒന്ന് വട്ടം ചുറ്റിയാൽ ഒന്നായി പിണഞ്ഞു വരും. അപ്പോൾ എല്ലാ ഉറികളും മുറിക്കാൻ എളുപ്പമാണ്. ഉറികൾ വെട്ടി മുറിച്ചാൽ ഉറികളും താനും നേരെ നദിയിലേക്കാണ് വീഴുക. ആ വീഴ്ച ശൂലത്തിന്റെ മുകളിലേക്ക് ലക്ഷ്യമാക്കണം, അതും തലകുത്തി. വിക്രമാദിത്യ മഹാരാജാവ് കണക്കുകൂട്ടിക്കൊണ്ടിരുന്നു. എങ്ങനെ ഇതു സാധ്യമാകും? അധികം താമസിയാതെ തന്നെ എന്തൊക്കെയോ കണക്കുകൂട്ടലുകളോടെ വിക്രമാദിത്യൻ ആ വലിയ വൃക്ഷത്തിലേക്ക് കയറി. ഭട്ടി പറഞ്ഞതുപോലെ ഇടതുകാൽ ഒരു ഉറിയിൽ ഉറപ്പിച്ചു. പിന്നെ വലതുകാൽ നീട്ടി മറ്റെല്ലാ ഉറികളെയും ഒന്നിച്ചാക്കി. പിന്നീട് ഇടതുകാൽ വച്ച ഉറിയുമായി വലതുകാലിലെ 6 ഉറികളും ചേർത്തുവച്ചു. പിന്നെ താമസിച്ചില്ല, എല്ലാ ഉറികളെയും ചേർത്തു പിടിച്ചുകൊണ്ട് 2 പ്രാവശ്യം കറങ്ങി. ഉറികൾ എല്ലാം പരസ്പരം പിരിഞ്ഞുകൊണ്ട് ഒറ്റക്കേർ പോലെയായി. വലതു കൈയിലെ വാൾ ഉപയോഗിച്ചുകൊണ്ട് മുകൾ ഭാഗം നോക്കി ഒരൊറ്റ വെട്ട്. ഉറികളും രാജാവും താഴേക്ക് പതിച്ചു. ഉറികളെ താഴേക്ക് വിട്ടുകൊണ്ട് രാജാവ് ശൂലം നോക്കി മലക്കം മറിഞ്ഞു. തല ശൂലത്തിൽ തൊട്ടില്ല എന്നായപ്പോൾ അതിശയകരമാംവിധം 2 മനോഹര കരങ്ങൾ അദ്ദേഹത്തെ താങ്ങി. വിക്രമാദിത്യൻ അതിശയത്തോടെ കണ്ടു. ദേവിയുടെ കരങ്ങളിലാണ് താൻ ഇപ്പോൾ. അദ്ദേഹം ആനന്ദപുളികതനായി. വൃക്ഷച്ചുവട്ടിൽ അദ്ദേഹത്തെ എത്തിച്ച് ദീർഘകരങ്ങളാൽ അനുഗ്രഹിച്ചു. ഭഗവതി അവിടെ നിന്നും അപ്രത്യക്ഷമായി. ഭക്തിപാരമ്യത്തിൽ വിക്രമാദിത്യനും ഭട്ടിയും ക്ഷേത്രത്തിലേക്ക് കയറി ദേവിയെ വണങ്ങി. ആയുരാരോഗ്യ സമൃദ്ധിക്കായി പ്രാർത്ഥിച്ചു. വിക്രമാദിത്യനും പ്രജകൾക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ദേവി പ്രദാനം ചെയ്തു. പുതിയ നഗരസ്ഥാപനത്തിന് ആവശ്യമായ ധനവും മൻശക്തിയും അവർ നേടി. അങ്ങനെ പിന്നീട് കലിംഗ ദേശം വിട്ട് വിക്രമാദിത്യൻ സുമംഗള നദീ തീരത്തുള്ള ഈ പ്രദേശത്തെ തലസ്ഥാന നഗരിയാക്കി മാറ്റുകയും മണിമാളികകളും മറ്റു രമ്യഹർമ്മങ്ങളും ഉദ്യാനങ്ങളും പണികഴിപ്പിച്ചുകൊണ്ട് വലിയ നഗരമാക്കുകയും ചെയ്തു. ഈ നഗരമാണ് പിന്നീട് പേരും പെരുമയും ഉള്ള ഉജ്ജയിനി എന്ന നഗരമായി വളർന്നത്. ഉജ്ജയിനി നഗരത്തിന് ചുറ്റുപാടും നിരപ്പാർന്ന കൃഷിയിടങ്ങളാണ്. കൃഷിയും കച്ചവടവും അവിടെ വൻ പുരോഗതി നേടി. രാജ്യം സമ്പൽ സമൃദ്ധമായി. വിക്രമാദിത്യന്റെ സൽപ്പേർ 8 ദിക്കിലും മുഴങ്ങി.